എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം, സുസ്വാഗതം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണ അവതാരമാണത്. ശ്രീകൃഷ്ണ അവതാരത്തെക്കാൾ വലുതായിട്ട് ഒരത്ഭുതം ലോകത്തില്ല, ഇനി ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ആ ശ്രീകൃഷ്ണ അവതാരം തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. അത് നമ്മൾ ഭഗവാനെ അറിയുമ്പോഴേ, ഭഗവാന്റെ കൂടുതൽ ഭഗവാനെ അറിയുമ്പോഴേ ആ അത്ഭുതം എന്താണെന്ന് നമ്മൾക്ക് ആ അത്ഭുതത്തിൻ്റെ ഒരു വ്യാപ്തി, അതിൻ്റെ ഒരു മഹത്വം, അത് കൂടുതൽ നമ്മളെ ആശ്ചര്യഭരിതരാക്കുകയുള്ളൂ. ഭഗവാനെ അറിയാത്തവർക്ക് എന്താണ് ഭഗവാന്റെ അത്ഭുതമെന്നറിയാൻ സാധിക്കില്ല. ഭഗവാനെ അറിയാൻ ശ്രീമദ് ഭാഗവതവും ഭഗവത്ഗീതയും, ഇത് രണ്ടുമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള വഴികൾ. ഭഗവാനെ കൂടുതൽ അടുത്തറിയാനുള്ളതായിട്ടുള്ള ഏറ്റവും എളുപ്പ വഴികൾ ശ്രീമദ് ഭാഗവതം ആഴത്തിൽ പഠിക്കുക, അതും ദശമസ്കന്ധം കൂടുതൽ വിശദമായി പഠിക്കുക, ഓരോ വരികളും പഠിക്കുക, ഓരോ വാക്കുകളും പഠിക്കുക, ഭഗവാന്റെ ലീലകളുടെ ആ ഒരു മഹത്വം അത് ഭാഗവതത്തിൽ കാണുക. അതിൻ്റെ ഡെപ്ത്, അതിൻ്റെ ഗാംഭീര്യം, അതിൻ്റെ എന്താ പറയുക, പല തലങ്ങളിലേക്കുള്ളതായിട്ടുള്ള വ്യാപ്തി, അതൊക്കെ അറിയണമെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത പഠിക്കുകയും വേണം. ഭഗവത്ഗീത പഠിക്കാതെ ഭഗവാനെ അറിയാൻ സാധിക്കില്ല. ഭഗവത്ഗീത പഠിക്കാതെ ശ്രീമദ് ഭാഗവതം നമുക്ക് വേണ്ട പോലെ അതിൻ്റെ ആഴത്തിൽ അതിൻ്റെ തലങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഭഗവത്ഗീത പഠിക്കണം. ഭഗവത്ഗീതയും ഭാഗവതവും പരസ്പര പൂരകങ്ങളായിട്ടുള്ള, ഭഗവത്ഗീതയുടെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ശ്രീമദ് ഭാഗവതം. ഭാഗവതത്തിൽ ഭഗവാൻ ചെയ്തതായിട്ടുള്ള ലീലകളെല്ലാം അത് ശരിയായ തലത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത പഠിക്കണം. ആ ഭഗവത്ഗീത അറിയുന്നവർക്കേ ഭഗവാന്റെ ലീലകളുടെ രഹസ്യം, ലീലകളുടെ മഹത്വം, ലീലകളുടെ എന്താ പറയുക, ബഹുമുഖ ഭാവങ്ങൾ, അതൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഭാഗവത വിദ്യാർത്ഥികളാവട്ടെ, നാരായണീയ വിദ്യാർത്ഥികളാവട്ടെ, അവരൊക്കെ അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ശ്രീമദ് ഭഗവത്ഗീത. ഇനി ഭഗവത്ഗീത ലോകം മുഴുവനുള്ള എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള അറിവുകൾ നൽകുന്നുണ്ട്. ഭഗവത്ഗീത ഒരു യൂണിവേഴ്സലായിട്ടുള്ള ഒരു മാർഗദർശനം നൽകുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു ശാസ്ത്രമാണ്. ലോകം മുഴുവനുള്ള എല്ലാവർക്കും, അത് ജാതി, മതം, ലിംഗം ഒരു ഭേദവുമില്ലാതെ, പ്രായഭേദമില്ലാതെ എല്ലാവർക്കും വേണ്ടതായിട്ടുള്ള, ഈ ലോകത്ത് ജീവിക്കുവാനുള്ളതായിട്ടുള്ള ശരിയായ ദർശനം നൽകുന്ന ഒരു സൂര്യൻ തന്നെയാണ്. എങ്ങനെയാണോ നമ്മൾ പകല് സൂര്യാനുഗ്രഹം കൊണ്ട്, സൂര്യപ്രകാശം കൊണ്ട് നമ്മൾ ലോകവ്യവഹാരങ്ങളെ ചെയ്യുന്നത്, അതുപോലെ നമ്മുടെ വ്യവഹാരങ്ങൾ കൂടുതൽ വെളിച്ചത്തിലാവണമെങ്കിൽ ശ്രീമദ് ഭഗവത്ഗീത എന്ന ആ സൂര്യൻ്റെ പ്രകാശം നമ്മൾ കൂടുതലായിട്ട് ആവഹിക്കണം. ആ ഭഗവത്ഗീതയുടെ വെളിച്ചത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം നയിക്കുകയാണെങ്കിൽ
എല്ലാവർക്കും അവരുടെ ജീവിതം സുഗമമായിരിക്കും, ആനന്ദപൂർണമായിരിക്കും. ആ ശ്രീമദ് ഭഗവത്ഗീത അത് ബ്രഹ്മവിദ്യയാണ്, അത് യോഗശാസ്ത്രവുമാണ്. ഓരോ അധ്യായത്തിൻ്റെയും അവസാനം സങ്കല്പവാക്യത്തിൽ പറയുന്നു, ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ പഞ്ചദശോധ്യായ, അല്ലെങ്കിൽ സാഖ്യയോഗോ നാമ ദ്വിതീയോധ്യായ, കർമ്മയോഗോ നാമ തൃതീയോധ്യായ എന്ന ഓരോ അധ്യായത്തിലും ആ സങ്കല്പവാക്യം പറയുന്നു. അപ്പോൾ ഇത് ഒരേ സമയം ബ്രഹ്മവിദ്യയുമാണ്, അതേസമയം യോഗശാസ്ത്രവുമാണ്. ബ്രഹ്മവിദ്യ എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം, അവനവൻ്റെ രഹസ്യം, ആത്മാവിൻ്റെ രഹസ്യം, ഈശ്വരൻ്റെ രഹസ്യം, ഇത് മൂന്നും നമുക്ക് ഉള്ളംകൈയിലെ നെല്ലിക്ക പോലെ കാണിച്ചു തരുന്ന ആ ശാസ്ത്രമാണ് ശ്രീമദ് ഭഗവത്ഗീത. ഈ പ്രപഞ്ചത്തിൻ്റെ തത്വം എന്താണ്, നമ്മൾ ആരാണ്, ഈ പ്രപഞ്ചത്തിൻ്റെ നിയാമകമായിരിക്കുന്ന ഒരു ശക്തിയുണ്ടോ, ആ ശക്തിയുടെ സ്വരൂപം എന്താണ്, ലക്ഷണം എന്താണ്, എന്തൊക്കെയാണ് ആ ശക്തി ഇവിടെ ചെയ്യുന്നത്, നമ്മളും ഈ പ്രപഞ്ചവും ആ ശക്തിയും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധങ്ങൾ എങ്ങനെയൊക്കെയാണ്, നമ്മളും ഈശ്വരനും തമ്മിലുള്ള ബന്ധം എന്താണ്, നമ്മളും ജഗത്തും തമ്മിലുള്ളതായിട്ടുള്ള ബന്ധം എന്താണ്, ഇതൊക്കെ വളരെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നു ശ്രീമദ് ഭഗവത്ഗീത. അപ്പോൾ അങ്ങനെയുള്ള ബ്രഹ്മവിദ്യ, ഏറ്റവും വലിയ വിദ്യ, രാജവിദ്യ എന്ന് ശ്രീമദ് ഭഗവത്ഗീത തന്നെ അതിൽ പറയുന്നുണ്ട്. 9-ാം അധ്യായത്തിൻ്റെ പേര് തന്നെ രാജവിദ്യ, രാജഗുഹ്യയോഗം എന്നാണ്. രാജവിദ്യയാണ്, വിദ്യകളിലൊക്കെ വെച്ച് രാജാവാണത്. ദ റോയൽ സയൻസ്, ദ റോയൽ നോളജ് എന്നൊക്കെ പറയാം. അതിൻ്റെയൊക്കെ അപ്പുറത്താണത്. അങ്ങനെയുള്ള ഏറ്റവും വലിയ അറിവുകളുടെയൊക്കെ രാജാവ്, കിങ് ഓഫ് ഓൾ നോളജസ്, അതാണ് ശ്രീമദ് ഭഗവത്ഗീത. അതേപോലെ തന്നെ അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള പദ്ധതികളും, അതാണ് യോഗശാസ്ത്രം എന്ന് പറയുന്നത്. വെറുതെ ബ്രഹ്മവിദ്യ മാത്രം പറയുകയല്ല. നമ്മുടെ ഉപനിഷത്തുക്കളെല്ലാം ബ്രഹ്മവിദ്യയാണ്. ഉപനിഷത്തുക്കൾ ബ്രഹ്മവിദ്യയാണ്. പക്ഷേ എല്ലാ ഉപനിഷത്തുക്കളിലും ആ ബ്രഹ്മവിദ്യയെ എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കണം എന്ന് പ്രതിപാദിക്കാറില്ല. ഓരോ ഉപനിഷത്തുക്കളും ഓരോ ശിഷ്യന്മാർക്ക്, ഓരോ ഗുരുക്കന്മാർ ഏതെങ്കിലും ചോദ്യങ്ങൾക്ക് മാത്രമായി ഉത്തരം കൊടുത്തതായിരിക്കും. ഒരു സമഗ്രമായ ഒരു ചർച്ച ചിലപ്പോൾ ആ ഉപനിഷത്തുകളിൽ ഉണ്ടായി എന്ന് വരില്ല. ഏതെങ്കിലും വിഷയങ്ങളെ സവിശേഷമായി ചർച്ച ചെയ്യുന്നുണ്ടാവും, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ചർച്ചയുണ്ടാവും. സമഗ്രമായിട്ട് മനുഷ്യ ജീവിതത്തെ മൊത്തത്തിൽ ചർച്ച ചെയ്യുകയോ എല്ലാവർക്കും വേണ്ട എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരങ്ങളെ നിർദ്ദേശിക്കുകയോ ചെയ്യാറില്ല ഉപനിഷത്തുകൾ. അപ്പോൾ ആ ഉപനിഷത്തുക്കളുടെ മുഴുവൻ ആ ജ്ഞാനത്തെ ഉൾക്കൊണ്ടുകൊണ്ട്, അറിവ് ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് ചുരന്നു തന്നിരിക്കുകയാണ് ഈ ഭഗവത്ഗീതയാകുന്ന കാമധേനു. അതാണ് ഭഗവത്ഗീതയുടെ മഹത്വം. അപ്പം ഇങ്ങനെ ഈ ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞാൽ തീരാത്ത വാക്കുകളുണ്ട്. ഞാനെന്തിനു പറയണം? എത്രയോ മഹാത്മാക്കൾ, എത്രയോ പൂർവീകരായിട്ടുള്ള ആളുകൾ, ലോകം മുഴുവനുള്ള പ്രശസ്തരായ വ്യക്തികൾ എല്ലാവരും ശ്രീമദ് ഭഗവത്ഗീതയെക്കുറിച്ച് വാതോരാതെ പറഞ്ഞു വെച്ചതുണ്ട്. അത് ഓരോന്നും കോട്ട് ചെയ്യണമെങ്കിൽ എത്ര ദിവസങ്ങൾ വേണം? അത് തന്നെ പറയാം. ഗീതാ മാഹാത്മ്യം ലോകത്തുണ്ടായിട്ടുള്ള എല്ലാ മഹാത്മാക്കളും, സയൻറ്റിസ്റ്റുകളായിട്ടുള്ള ഐൻസ്റ്റീനും ന്യൂട്ടണും വരെ, അതുപോലെയുള്ളതായിട്ടുള്ള എന്താ പറയുക, വെസ്റ്റേൺ ഫിലോസഫേഴ്സ്, വെസ്റ്റേൺ റൈറ്റേഴ്സ്, സാഹിത്യകാരന്മാർ,
അങ്ങനെയുള്ള ഓരോരുത്തരും ഗീതയെക്കുറിച്ച് എഴുതി വച്ചിട്ടുള്ളതും പറഞ്ഞു വച്ചിട്ടുള്ളതും എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു ഗ്രന്ഥമാണ് ഗീത. അപ്പോൾ അങ്ങനെയുള്ള ഗീത നമ്മുടെ ഹിന്ദുക്കൾ പഠിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ ഒരു നഷ്ടം എന്നേ പറയാനുള്ളൂ. അവരുടെ ജീവിതം പാവം ഭാരതത്തിൽ ജനിച്ച്, അതും ഹിന്ദുക്കളായി ജനിച്ച്, ഭാരതത്തിൽ ജനിച്ച എല്ലാവർക്കും ആവാം, ഹിന്ദുക്കളാവണമെന്നൊന്നുമില്ല. കാരണം ഭാരതത്തിൽ ഉള്ളവരൊക്കെ തന്നെ ഹിന്ദുക്കളാണ്. ഭാരതീയരായിട്ടുള്ള എല്ലാവരും അവർ ഏത് ഈശ്വരനിൽ വിശ്വസിച്ചാലും ഏത് മതത്തിൽ വിശ്വസിച്ചാലും വാസ്തവത്തിൽ അവരെല്ലാം ഹിന്ദുക്കളാണ്. കാരണം ഹിന്ദു ദേശത്ത്, ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ, ഭാരത ഭൂഖണ്ഡത്തിൽ ജനിച്ച എല്ലാവരെയും നമ്മൾ ഹിന്ദുക്കളായിട്ട് തന്നെ കാണാം. അവർക്ക് അറിവില്ലായ്മ കൊണ്ട് ഇതിനെ നിന്ദിക്കുകയോ വേറെ ഏതിനെങ്കിലുമൊക്കെ ബഹുമാനിക്കുകയോ വന്ദിക്കുകയോ പുകഴ്ത്തുകയോ ഒക്കെ ചെയ്യട്ടെ. പക്ഷേ നമ്മൾ പറഞ്ഞു വരുന്നത്, ഈ ഒരു ഹിന്ദു എന്ന് അറിയപ്പെടുന്ന ആളുകൾ, സ്വയം ഞാൻ ഹിന്ദുവാണ് എന്ന് പറയുന്ന, എല്ലാ സർട്ടിഫിക്കറ്റുകളിലും എഴുതുന്നതായിട്ടുള്ള ആളുകൾ, അവർക്ക് ഈ എന്താ പറയുക, ഭാരതത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഈ നിധിയെ, ഈ ശ്രീമദ് ഭഗവത്ഗീതയെ അറിഞ്ഞില്ലെങ്കിൽ വലിയ നഷ്ടമാണ് എന്ന് പറയാം. അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മുടെ വരും തലമുറകൾ, നമ്മുടെ കുട്ടികളൊക്കെ ഈ ഗീത അറിഞ്ഞ് വളരണം. ആ ഗീതയെ അറിയുമ്പോഴാണ് ദേശാഭിമാനവും ഉണ്ടാവുക. നമ്മുടെ എന്താ പറയുക, സനാതനധർമ്മത്തിൻ്റെ മഹത്വവും അറിഞ്ഞുകൊണ്ട് ആചരിക്കുക. അപ്പം അങ്ങനെ എല്ലാവർക്കും ഗീത അറിയാൻ ഉള്ളതായിട്ടുള്ള അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. മഹാത്മാക്കൾ ഇഷ്ടം പോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു എളിയ പ്രയത്നം കൂടെ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളും ശ്രമിക്കുന്നു. ഇനിയും ആരെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞത് പോരാ എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ, അറിഞ്ഞവർ തന്നെ ഇനിയും അത് വീണ്ടും മനനം ചെയ്തുകൊണ്ടിരിക്കണമെന്നുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒരു വേദിയായിക്കൊണ്ട് നമ്മളിത് ആരംഭിക്കുകയാണ് ശ്രീമദ് ഭഗവത്ഗീത പഠനം. എത്ര ദിവസം നീണ്ടു നിൽക്കുന്നോ, എന്തായിരിക്കും ഇതിൻ്റെ പോകുന്ന വഴിയെന്നൊന്നും ഇപ്പോഴൊന്നും പറയാൻ പറ്റില്ല. അത് ഭഗവാൻ നിശ്ചയിച്ച് നമ്മളെ കൊണ്ടുപോകട്ടെ. എത്ര ദിവസം വേണമെങ്കിൽ നീണ്ടു നിൽക്കാം. കാരണം ഒരു സമുദ്രത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് നമ്മൾ. സമുദ്രത്തിൻ്റെ ഏത് ഭാഗത്തുനിന്ന് ഇറങ്ങണം അതുപോലും നിശ്ചയമില്ല. എവിടുന്ന് ഇറങ്ങി എവിടേക്കാ പോകേണ്ട ഒരു നിശ്ചയമില്ല. അതുപോലെ കിടക്കുക ശ്രീമദ് ഭഗവത്ഗീത. എങ്കിലും നമുക്ക് സമ്പ്രദായ പ്രകാരമുള്ള ആ ധ്യാന ശ്ലോകങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് ഗീതയിലേക്ക് പ്രവേശിക്കാം. എന്തായാലും ആദ്യം തന്നെ ഗീതാധ്യാനം ഒന്ന് ചൊല്ലാം. എന്നിട്ട് നമുക്കിന്ന് ആ ധ്യാനത്തിലൂടെ ഗീതയെ പരിചയപ്പെടാൻ ശ്രമിക്കാം. എന്നിട്ട് കൂടുതൽ ഗീതയിലേക്ക് പ്രവേശിക്കും മുമ്പ് തന്നെ ഗീതയുടെ പശ്ചാത്തലത്തെക്കുറിച്ച് അറിയേണ്ടതുണ്ട്. എല്ലാം ഇന്ന് ഒരു നിമിഷം കൊണ്ട് സാധിക്കില്ല, അല്ലേ? അരമണിക്കൂർ കൊണ്ട് MBBS പാസ്സാവാനൊന്നും പറ്റില്ല. അതുപോലെയാണ് ശ്രീമദ് ഭഗവത്ഗീത എന്നുള്ള മഹാസാഗരം നമുക്ക് ദിവസങ്ങളോളം എടുക്കും. അതിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു എന്നേ ഉള്ളൂ. ഇന്ന് നല്ല ദിവസമാണെന്ന്, വിജയദശമി, വിദ്യാരംഭം. അപ്പോൾ ഈ ദിവസം നമ്മൾ തുടങ്ങി വയ്ക്കുന്നു. ഇത് അനുസ്യൂതം തുടരട്ടെ. അതിന് എല്ലാ ഈശ്വര ശക്തികളുടെയും എല്ലാ ദേവന്മാരുടെയും എല്ലാ ഗുരുപരമ്പരകളുടെയും സർവചരാചരങ്ങളുടെയും അനുഗ്രഹവും ആനുകൂല്യവും നമുക്കുണ്ടാവട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളേവരെയും വീണ്ടും നമസ്കരിച്ചുകൊണ്ട് ഗീതാധ്യാന ശ്ലോകത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എത്രയോ പേര് ഈ ഗീതാ ക്ലാസ് തുടങ്ങണമെന്ന് അറിഞ്ഞപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചു. ഉച്ചയ്ക്ക് വിളിച്ച് അവരൊന്നും ഫേസ്ബുക്കിൽ തുറന്നിട്ടില്ല. ചിലർ ഫേസ്ബുക്കിലുണ്ട്, പക്ഷേ സാമയുടെ ലിങ്കുകൾ കിട്ടുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റാണ്. എങ്ങനെയാണ് കണക്റ്റഡ് ആവുക?
എങ്ങനെയാണ് കണക്റ്റഡ് ആവുക, ലിങ്ക് അയച്ചു തരൂ എന്ന് വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെ സന്ദേശവാഹകരാവുക. എനിക്കിതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതൽ അറിയില്ല, ഞാനതൊന്നും പരിചയിച്ചില്ല. അപ്പോൾ ഓരോരുത്തരും നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളെ ഷെയർ ചെയ്തുകൊണ്ട് എങ്ങനെയൊക്കെ അവരെ ഏതൊക്കെ രീതിയിലാണ് അവരിലേക്ക് ഇതിൻ്റെ ഷെയർ എത്തിക്കാൻ പറ്റുക, അങ്ങനെ എത്തിക്കുക. ഓരോരുത്തരും അവരവരുടെ ബന്ധുക്കളായിട്ടുള്ള ആളുകളോട്, സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾക്ക്, ആവശ്യമുള്ളവർക്കൊക്കെ ഏത് രീതിയിൽ ഷെയർ ചെയ്യാൻ പറ്റും. എല്ലാവരും എന്നെ ഡയറക്റ്റ് ചെയ്യണ്ട ദയവ് ചെയ്ത്. എല്ലാവരോടും മറുപടി പറയാൻ എനിക്ക് സമയം തികയില്ല. ഇനി വേറൊന്ന് ആലോചിക്കേണ്ടത്, ഞാൻ ഇന്ന് തന്നെ തുടങ്ങണമെന്ന് വിചാരിച്ചതാണ്. നമ്മുടെ ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സിൽ ലിമിറ്റ് ചെയ്യണം. അപ്പോൾ അത് ലിമിറ്റ് ആയിക്കഴിഞ്ഞാൽ എന്നോ ഫുള്ളായി കഴിഞ്ഞു. ഇപ്പോൾ 1500ഓളം പേര് റിക്വസ്റ്റ് വെയിറ്റിംഗ് ആണ്. 1600-ലധികം ഉണ്ട്, വെയിറ്റിംഗ് ഉണ്ട്. അവർക്കൊന്നും ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ള സങ്കടമുണ്ട്. അവർക്കൊക്കെ നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ ഒരു പേജിലേക്ക് നമുക്കിത് മാറണമെന്നുണ്ട്. ഒരു പേജ് തുറന്നു വെച്ചിട്ടുണ്ട് തോന്നുന്നു. അതിലേക്ക് ഞാൻ മാറുമ്പോൾ നമുക്ക് നോക്കിയിട്ട് എല്ലാവരും അതിലേക്ക് വരണം. അപ്പോൾ പുതിയ പേജാവുമ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ള മെമ്പേഴ്സിനെ അതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം. എത്ര വേണമെങ്കിൽ 10,000 വേണമെങ്കിൽ അതിൽ വന്നാലും എല്ലാവർക്കും അതിലേക്ക് വരാം. അപ്പോൾ ആ പേജിലേക്ക് നമുക്ക് മാറാം. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതിൽ തന്നെ തുടരുകയാണ്. ഒരു നല്ല ദിവസം നോക്കിയിട്ട് ആ പേജ് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കി നമ്മളെല്ലാവരും അതിലേക്ക് എന്താ പറയുക, ഫ്രണ്ട്സ് ആയിക്കഴിഞ്ഞ് എല്ലാവരും അതിലേക്ക് കൂടിക്കഴിഞ്ഞ ശേഷം അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമുക്ക് ക്ലാസ്സുകൾ ചെയ്യാം. അപ്പോൾ കൂടുതൽ ആളുകൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ അതിലേക്ക് വരാൻ സാധിക്കും. അപ്പോൾ അത് ശ്രമിക്കാം. ഈ കൊറോണ ആണ് എന്നെ ഈ ഒരു വഴിക്ക് തന്നെ കൊണ്ടുവന്നത്. അപ്പം ഞാനിതിൽ ഫ്ലുവൻ്റ് അല്ല. എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടികളെന്ന് ഞാൻ നോക്കാൻ മെനക്കെട്ടിട്ടില്ല. ഏതൊക്കെ രീതിയിലാണ് ഈ ലിങ്കുകൾ എല്ലാവരിലേക്കും എത്തിക്കുക, എല്ലാവരുമായിട്ട് കണക്റ്റഡ് ആവുക എന്നുള്ളതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ആർഷതീർത്ഥം എന്ന പേരിൽ ഒരു ചെറിയൊരു പേജ് തുറന്നു വെച്ചിട്ടുണ്ട്. എല്ലാവരും അതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ആർഷതീർത്ഥവുമായിട്ട് എല്ലാവരും കണക്റ്റഡ് ആവുക. അതെങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ തന്നെ അന്വേഷിച്ചറിയൂ. എല്ലാവരും ആർഷതീർത്ഥത്തിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് ആർഷതീർത്ഥം തുറക്കാം. ആർഷതീർത്ഥം എന്നുള്ളത് ഈ ആശ്രമത്തിൻ്റെ പേരാണ്. നമ്മുടെ ആശ്രമത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ പേരാണ് ആർഷതീർത്ഥം. ഞങ്ങൾ ആർഷ വിദ്യാപീഠം എന്നതായിട്ടുള്ള ദയാനന്ദ സ്വാമിയുടെ ഗുരുകുലത്തിൻ്റെ എക്സ്റ്റൻഷനുകളാണ്. ദയാനന്ദ സ്വാമികൾ ആർഷവിദ്യാപീഠം, ആർഷവിദ്യാ ഗുരുകുലം എന്നിങ്ങനെ ഋഷികേശിൽ ആർഷവിദ്യാപീഠവും ആനക്കട്ടിയിൽ ആർഷവിദ്യാ ഗുരുകുലവും, അതുപോലെ അമേരിക്കയിലും ആർഷവിദ്യാ ഗുരുകുലം, നാഗ്പൂരിലുണ്ട് ആർഷവിദ്യാ ഗുരുകുലം. അതാണ് ഞങ്ങളുടെ മെയിൻ സെൻറ്റേഴ്സ്, ഗുരുനാഥൻ തുടങ്ങി വെച്ചതായിട്ടുള്ള കേന്ദ്രങ്ങൾ. അപ്പോൾ അതിൻ്റെ ശാഖകളായിട്ടാണ് ലോകം മുഴുവനുള്ള സ്വാമി ദയാനന്ദ ആശ്രമങ്ങളൊക്കെ ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള ദയാനന്ദ ആശ്രമങ്ങൾക്ക് ഒരു പർട്ടിക്കുലറായിട്ടുള്ളൊരു ഐഡൻറ്റിഫിക്കേഷൻ പേരും കൊടുക്കണം. എല്ലാം സ്വാമി ദയാനന്ദ ആശ്രമങ്ങളാണ് ലോകം മുഴുവൻ. അതിൽ ഓരോരുത്തർ ആർഷതീർത്ഥം, ആർഷവാരിധി, അങ്ങനെ ആർഷത്തോട് ബന്ധപ്പെട്ട് ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ട് ഓരോരുത്തരും. അപ്പം ഞാനിട്ടത് ആർഷതീർത്ഥം എന്നാണ്. നമ്മൾ ശോകനാശിനി പുഴ, ഭാരതപ്പുഴ നമ്മുടെ ഈ കോമ്പൗണ്ടിനോട് ചേർന്ന് ഒഴുകുമ്പോൾ ഒരു തീർത്ഥം പോലെ തന്നെ, ഗംഗാ തീർത്ഥം പോലെ തന്നെ ഒഴുകുന്ന ശോകനാശിനിയുടെ സാമീപ്യമുള്ളത് കൊണ്ട് അതിന് ആർഷതീർത്ഥം എന്ന് പേര് കൊടുത്തു. അപ്പോൾ ആ ഒരു ആർഷതീർത്ഥവുമായിട്ട് എല്ലാവരും ബന്ധപ്പെടുക. ആർഷം എന്ന് പറഞ്ഞാൽ ഋഷിയുടെ എന്നാണ് അർത്ഥം. ഋഷിയുടെ അറിവുകളെയാണ് ആർഷം എന്ന് പറയുന്നത്. ഋഷേഹേ ഇതം ഇതി ആർഷം. അപ്പോൾ ആ ഋഷി പരമ്പരയുടെ ജ്ഞാന ഗംഗയാണ് ഇവിടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ പറയുന്നതായിട്ടുള്ള ഒന്നും എൻ്റേതായിട്ടില്ല.
ഒക്കെ ഗുരുക്കന്മാർ തന്നതേ ഉള്ളൂ. ആ ഗുരുക്കന്മാരുടെയൊക്കെ അനുഗ്രഹം മാത്രമാണ് നമുക്കുള്ളത്. ഗീത എന്ന് കേൾക്കുമ്പോൾ ചിന്മയാനന്ദ സ്വാമികളെ സ്മരിക്കാതെ നമുക്ക് ഗീത തുടങ്ങാൻ പറ്റില്ല. അഭിനവ പാർത്ഥസാരഥി എന്ന് വിളിക്കാവുന്ന ആളാണ് ചിന്മയാനന്ദ സ്വാമികൾ. ലോകം മുഴുവൻ ഓടി നടന്ന് ശ്രീമദ് ഭഗവത്ഗീതയുടെ സന്ദേശം വാരി വെതറിയ മഹാനാണ് ചിന്മയാനന്ദ സ്വാമികൾ. ആ ചിന്മയാനന്ദ സ്വാമികളിൽ നിന്നാണ് ഭഗവത്ഗീത ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്നത്. 1987 പാലക്കാട് ചിന്മയാനന്ദ സ്വാമിജി ഗീതാജ്ഞാന യജ്ഞത്തിനായിട്ട് വന്നതായിട്ടുള്ള സമയത്ത് ഭാഗ്യവശാൽ അന്ന് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അന്ന് ചിന്മയാനന്ദ സ്വാമികൾ നമ്മളെ ഹുക്ക് ചെയ്തതാണ്, കൊളുത്തിയതാണ്. അദ്ദേഹത്തിൻ്റെ ചൂണ്ടയിൽ നമ്മൾ കൊത്തിപ്പോയി. അങ്ങനെയാണ് ഈ വഴിക്ക് തന്നെ നമ്മൾ മുന്നേറുന്നത്. അതിനു മുമ്പ് നമ്മളും ഒരു സാധാരണ ഹിന്ദു, ക്ഷേത്രങ്ങളിൽ പോകും, സത്സംഗങ്ങൾ, ഭാഗവത സപ്താഹങ്ങളും അതുപോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്, വീട്ടിലൊക്കെ ധാരാളം പാരായണങ്ങളുണ്ട്. പക്ഷേ ആധ്യാത്മികത എന്താണെന്നറിയില്ല, മതപരതയുള്ളൂ. റിലീജിയസ് ആയിരുന്നു, സ്പിരിച്വൽ ആയിരുന്നില്ല. ആ സ്പിരിച്വൽ എന്നുള്ളതായിട്ടുള്ള തലത്തിലേക്ക് നമ്മളെ ഉയർത്തിയത് ചിന്മയാനന്ദ സ്വാമികളാണ്. ചിന്മയാനന്ദ സ്വാമികളുമായിട്ടുള്ള ആ ദർശനം, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ, അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ, അത് കേട്ടതിൻ്റെ ഫലമായിട്ടാണ് നമ്മളിന്ന് ഈ രംഗത്തെത്തി ഇവിടെ ഈ രൂപത്തിലിരിക്കാൻ കാരണം ആ ചിന്മയാനന്ദ സ്വാമികളുടെ ഇൻഫ്ലുവൻസാണ്. അദ്ദേഹത്തിൻ്റെ പരമ്പരയിലൂടെ തന്നെയാണ് നമ്മൾ പഠിച്ചു വളർന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഗീതാ പ്രഭാഷണം കേട്ട ആ ചിന്മയാനന്ദ സ്വാമികളുടെ പാതാരവിന്ദങ്ങളിൽ വണങ്ങിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ 3 ഗീതാ പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ മഹാത്മാവിൻ്റെ പാതാരവിന്ദങ്ങളിൽ വണങ്ങിക്കൊണ്ട്, അതുപോലെ എൻ്റെ ഗുരുനാഥൻ ദയാനന്ദ സരസ്വതി സ്വാമികൾ, അതുപോലെ നമ്മളെ ഗുരുകുലങ്ങളിൽ പഠിപ്പിച്ചതായിട്ടുള്ള ആചാര്യന്മാർ ഒരുപാട് പേരുണ്ട്. ചിന്മയാ മിഷൻ്റെ പരമ്പരയിലും ദയാനന്ദ സ്വാമിയുടെ ശിഷ്യഗണങ്ങളായിട്ടും ഒക്കെയുള്ള ഒരുപാട് പേര് നമ്മൾക്ക് ഗുരുക്കന്മാരായിട്ടുണ്ട്. എല്ലാവരെയും വണങ്ങിക്കൊണ്ട് നമുക്ക് ശ്രീമദ് ഭഗവത്ഗീതയുടെ പഠനത്തിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ആദ്യം ഗീതാധ്യാനം ആരംഭിക്കാം. ഓം. എല്ലാ ഗൃഹങ്ങളിലും ഒരു ഗീതയെങ്കിലും ഉണ്ടാവണം. ഒരു വ്യക്തിക്ക് ഒരു ഗീത എന്ന തോതിൽ എല്ലാവരുടെ കയ്യിലും ഓരോ ഗീതാ പുസ്തകം ഉണ്ടാവണം. ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഹിന്ദു ഗൃഹങ്ങൾ നീങ്ങണം. എല്ലാവരുടെ പോക്കറ്റിലും ഒരു ഗീത ഉണ്ടാവണം, സന്തത സഹചാരിയായിട്ട്. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ഏത് വ്യക്തികളോട് ചോദിച്ചാലും അവർ നിത്യവും ഗീത പാഠം ചെയ്യുന്നവരായിരിക്കും. നമ്മുടെ അബ്ദുൽ കലാമിനോട് ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം പറഞ്ഞു തരുമായിരുന്നു ഗീതയെക്കുറിച്ച്. നമ്മുടെ ഭാരതം അടുത്ത കാലത്ത് കണ്ട ഒരു മഹാപ്രതിഭ ആ അബ്ദുൽ കലാം. അതുപോലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ലെജൻഡ് എന്ന് പറയാം, ഒരു ഇതിഹാസ തുല്യമായിട്ടുള്ളൊരു കർമ്മയോഗി, ഒരു അത്ഭുത മനുഷ്യനാണ് ഇ ശ്രീധരൻ എന്ന മഹാൻ. കൊങ്കൺ റെയിൽവേ മുതൽ മെട്രോ റെയിൽവേകളെല്ലാം ചെയ്ത് ഏത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യത്തിലും ഒരു വിഷണറിയായിട്ട് പ്രവർത്തിക്കുന്ന ഈ ശ്രീധരനോട് ചോദിക്കുക, അദ്ദേഹം ദിവസവും ഗീത വായിക്കാറുണ്ടോ എന്ന്. രാവിലെ എഴുന്നേറ്റ് ആദ്യം എന്താ ചെയ്യുക എന്ന് ചോദിച്ചു നോക്കൂ. അപ്പോൾ അതുപോലെ ജീവിത വിജയം നേടിയിട്ടുള്ള അനേക വ്യക്തികളുടെ പ്രചോദനം എന്ന് പറയുന്നത് തന്നെ ശ്രീമദ് ഭഗവത്ഗീതയാണ്. ആ ഭഗവത്ഗീത എല്ലാ ഗൃഹങ്ങളിലും ഓരോ വ്യക്തികൾക്കും അവരവരുടെ ബാഗിലോ പോക്കറ്റിലോ അഭിമാനമായി, അഹങ്കാരമായി കൂടെ ഉണ്ടാവണം. ഗീത കൊണ്ടു നടക്കുന്നതിന് യാതൊരു നാണക്കേടുമില്ലാതെ അഭിമാനത്തോടുകൂടി പറയണം, ഞാനൊരു ഗീതാ വിദ്യാർത്ഥിയാണ്, ഞാനൊരു ഗീതാ ആരാധകനാണ്, ഞാനൊരു ഗീതാ ഫോളോവറാണ് എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന തലമുറകൾ ഉണ്ടാവട്ടെ. നമ്മുടെ കുടുംബങ്ങളൊക്കെ അങ്ങനെ പറയാറാവട്ടെ.
ഗീത എനിക്കറിയില്ല എന്ന് ആരും പറയാൻ ഇടയുണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ എല്ലാ ഗൃഹങ്ങളിലും വേണമെന്ന് പറയുക. അപ്പോൾ നമ്മൾ വായിക്കുമ്പോൾ നിങ്ങളൊക്കെ ഒപ്പം ഫോളോ ചെയ്യണം. നാരായണ. ഗീതാധ്യാനം ആരംഭിക്കാം. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ വേദവ്യാസായ നമഃ. ഓം ശ്രീ ആദിശങ്കര ഭഗവത്പാദായ നമഃ. ഓം ശ്രീ ചിന്മയാനന്ദ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ദയാനന്ദ സദ്ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണ. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാം അനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തു തേ വ്യാസ വിശാലബുദ്ധേ ഭുല്ലാരവിന്ദായത പത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയഃ പ്രദീപഃ. പ്രപന്നപാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദുഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സഃ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജലാ ഗാന്ധാരനീലോപലാ ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുലാ. അശ്വത്ഥാമവികർണഘോരമകരാ ദുര്യോധനാവർത്തിനി സോത്തീർണാ ഖലു പാണ്ഡവൈരണനദീ കൈവർത്തക കേശവഃ. പാരാശര്യവചഃ സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകേസരം ഹരികഥാ സംബോധനാബോധിതം. ലോകേ സജ്ജന ഷട്പദൈർ അഹരഹർ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമലപ്രധ്വംസി ന ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ.
നാരായണ. ഇന്ന് സമ്പ്രദായ പ്രകാരമുള്ള ഗീതാധ്യാനം ആണ് നമ്മളിപ്പോൾ ചൊല്ലിയത്. അതിൽ ഒന്നാമത്തെ ശ്ലോകം തന്നെ ഗീതയെ പരിചയപ്പെടുത്തുന്ന ഒരു വന്ദന ശ്ലോകമാണ്. ശ്രീമദ് ഭഗവത്ഗീതയെ വന്ദിക്കുന്ന, വണങ്ങുന്ന ഗീതാധ്യാനം എന്ന് പറയാവുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ശ്ലോകമാണത്.